അഫ്ഗാനിസ്ഥാനിലെ ക്രൈസ്തവർക്കും മനുഷ്യാവകാശമില്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഒരു ക്യാമ്പയിനാണ് സേവ് ഗാസ. അതായത് നോമ്പുകാലം വരുമ്പോൾ പാലസ്തീൻ ഇസ്രായേലിനെ ഒന്ന് ചൊറിയും. അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും. പാലസ്തീനിലെ കുറച്ചു പേർക്ക് പരിക്കേൽക്കും. ഉടനെ കേരളത്തിലെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം സേവ് ഗാസ എന്ന ബാനറുകളും തൂക്കി കുറെ പുരോഗമന രാഷ്ട്രീയക്കാരും സഹയാത്രികരും ഇറങ്ങും. ലക്ഷ്യം ഇതാണ്: പീഡിപ്പിക്കപ്പെടുന്ന പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരളത്തിലെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുക. പക്ഷേ അക്കൂട്ടർ കഴിഞ്ഞ ഒരാഴ്ചയായി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരർ വഴി പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ദുരിതങ്ങൾ കാണുന്നില്ല. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷത്തിൽ തന്നെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ദുരിതങ്ങൾ. എന്തേ അവർക്കും മനുഷ്യാവകാശങ്ങൾ ഇല്ലേ? ജനിച്ചു വളർന്ന നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ അവരെ താലിബാൻ അനുവദിക്കാത്തതിനെ ഏത് നിയമം വഴിയാണ് ഈ പുരോഗമനക്കാർ ന്യായീകരിക്കുക? കഴിഞ്ഞ ഒരാഴ്ച കാലമായി പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരിതങ്ങളെ അഭിമുഖീകരിക്കുകയാണ് അഫ്ഗാൻ ക്രൈസ്തവർ. ഏത് നിമിഷവും താലിബാൻ ഭീകരർ തങ്ങളെ കൊന്നുകളയുമെന്ന ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇതിനിടയിൽ അവരിൽ ഒരാളെ താലിബാൻ ഭീകരർ ജീവനോടെ നിർത്തി തൊലി ഉരിഞ്ഞെടുത്ത് തൂണിൽ തൂക്കിയിട്ടു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തെക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും മുമ്പ് സൂചിപ്പിച്ച ഒരൊറ്റ സംഘടന പോലും മുന്നോട്ട് വന്നില്ല. പക്ഷേ ഇന്നലെ മുതൽ അവരിൽ ചിലർ വീണ്ടും പ്രവർത്തനക്ഷമരായി മാറി. മലബാർ ലഹളയെക്കുറിച്ചും വാര്യംകുന്നത്തിനെക്കുറിച്ചും ആരോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് അവർക്ക് കസേരയിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവകാശ സംരക്ഷണവും സ്വാതന്ത്ര്യബോധവും ഉയർത്തിപ്പിടിച്ച് അവർ ചാനലുകളുടെ ക്യാമറകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പേരല്ലേ വർഗീയതയെ പരിപോഷിപ്പിക്കൽ? ഇത് പ്രീണന രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? പുരോഗമന രാഷ്ട്രീയക്കാരെ അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷത്തിനും അവകാശങ്ങളുണ്ട്. ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന നിങ്ങൾ ഇടയ്ക്കെങ്കിലും ലോകമെങ്ങും മത തീവ്രവാദികളാൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയും വാദിക്കണം. താലിബാൻ ഭീകരരും IS തീവ്രവാദികളും ബോക്കോ ഹറാം തീവ്രവാദികളും നിങ്ങളുടെ പ്രതികരണങ്ങൾ കണ്ട് അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ നിർത്തുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ അവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ജനതകൾക്ക് വേണ്ടി നിങ്ങൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും കേവലം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുള്ളത് ആയിരുന്നില്ല എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. അത്തരം പ്രതികരണങ്ങൾക്ക് കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായി മുന്നിട്ടിറങ്ങുന്നതുവരെ വർഗീയത തൊലിയട്ടെ, മതേതരത്വം ജയിക്കട്ടെ എന്ന് പറയുവാൻ അവർക്ക് അവകാശമില്ല. കാരണം യഥാർത്ഥത്തിൽ അവരാണ് ഇവിടെ കപട മതേതരത്വം വാക്കാൽ പറഞ്ഞ് ഒരു മൂടുപടം ധരിച്ച് വർഗീയത വളർത്തുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത്.